ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും, കൂടെ സമീപാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും, കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും, കൂടെ സമീപാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്നെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്നെ കൂടെ നടക്കും, കൂടെ വസിക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. എന്നാൽ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ചോദ്യം, നിങ്ങൾക്ക് രക്ഷ പ്രാപിച്ചവരാണോ? നിങ്ങളോ രക്ഷ പ്രാപിച്ചവരാണോ? നിങ്ങളുടെ അടിസ്ഥാനം രക്ഷ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ രക്ഷ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ പള്ളി വന്ന ഒരു കാര്യമില്ല. പിന്നെ രക്ഷയുടെ അടിസ്ഥാനം, അതാണ് ഏറ്റവും ഒരു വിശ്വാസിക്ക് ആവശ്യം. രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലൊന്നോ ദൈവം നമ്മളെ വിടുവിച്ച്, അല്ലെ? രക്ഷയുടെ അർത്ഥത്തിൽ അതിന്റെ മീനിങ് എന്താണ്? ദൈവം നമ്മളെ വിടുവിച്ച്. എന്തിനും ദൈവം വിടുവിച്ച്? ദൈവം എന്തിനു വിടുവിച്ച്? എങ്ങനെ നിങ്ങൾ ദൈവം വിടുവിച്ച്? എന്തിനു വിടുവിച്ച്? പാപത്തെ വിടുവിച്ച അതിനു വേണ്ടി ഭൂമിയിൽ ആരാണ് മരിച്ചത്? യേശു. യേശുവിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. വചനം പറയുന്നത് തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ യേശുവിന്റെ പേർക്ക് രക്ഷിക്കും, രക്ഷകൻ. അപ്പൊ മാമന്റെ പാപത്തിന് യേശു വിടുവിച്ചു നിന്ന് മാമൻ വിശ്വസിക്കുന്നു. നേരത്തെ ശിവ പറഞ്ഞതുപോലെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പോ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് എന്ത് ചെയ്ത്? സകല മാനവരാശിക്ക് വേണ്ടി ചെയ്ത് തന്റെ ജീവനെ യാഗമായി ദൈവം നൽകി. വിശ്വസിക്കുന്നവർ യേശു കർത്താവ് പൂർണ്ണമായി ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, വായ് കൊണ്ട് ഏറ്റു പറയുന്നുണ്ടോ, അവർ രക്ഷിക്കപ്പെടും. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ക്രിസ്തുവിൽ നാം എടുക്കുന്ന ആദ്യ സ്റ്റെപ്പാണ്. നാം ഇപ്പോൾ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങി. ഇനി നാം അടുത്ത് എന്ത് ചെയ്യണം? വചനം പറയുന്നത് യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്ത്. നിങ്ങൾ എന്ന് രക്ഷിക്കപ്പെട്ടോ, നിങ്ങൾ എന്ന് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചോ, നിങ്ങൾക്ക് അവൻ എന്ത് ചെയ്ത്? ദൈവം എന്ത് ചെയ്ത്? നിങ്ങൾ ആരാണ്? ദൈവമക്കൾ. നിങ്ങൾ ആരാണ്? ദൈവമക്കൾ. ഓക്കെ, ദൈവമക്കൾ എന്ന് അധികാരം അവൻ കൊടുത്ത്. മനസ്സിലാക്കട്ടെ, നമ്മുടെ കർത്താവ് എവിടെ ഉണ്ട്? നമ്മുടെ ജീവിതത്തിലുണ്ട്. പിന്നെ വേറെ ബൈബിൾ പ്രകാരം ഇപ്പൊ എന്ത് ചെയ്യണേ? പിതാവിന്റെ വലതുപാർശ്വത്തിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കൾ എന്ന അധികാരം കർത്താവ് നമുക്ക് കൊടുത്തത് എന്ത് കാണിക്കുന്നത്? സകലത്തിന് മേലും വാഴും അധികാരം നമുക്ക് കൊടുത്ത്. ആദാം അവയോട് കർത്താവ് അനുഗ്രഹിച്ച് അവർക്ക് സകലത്തിന്റെ മീതും വാഴുവാൻ അധികാരം കൊടുത്ത്. അവർ സകലത്തിന്റെ മീതും അവർക്ക് അധികാരം ഉണ്ടായിരുന്നു, അധികാരത്തിന് പ്രകാരം അവർ വാഴുന്നു. പക്ഷെ പാപ മുഖാന്തരം അത് നഷ്ടപ്പെട്ട് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ കർത്താവ് ചെയ്ത് അത് തിരിച്ച് എടുത്ത് പിശാസിന്റെ കയ്യിലുണ്ടായിരുന്ന സകലതും കർത്താവ് ചെയ്ത് കാൽവരി ക്രൂശിൽ അവരുടെ തലയെ നശിക്കുന്നത് കൊണ്ട് അധികാരം പിന്നെ യേശു കർത്താവിന്റെ കയ്യിലാണ്. ആ അധികാരം പിന്നെ കർത്താവ് ചെയ്ത് ദൈവമക്കൾ യേശുവെ വിശ്വസിക്കുന്ന ഏവർക്കും ആ അധികാരം കൊടുത്ത്. പക്ഷേ നാം ഇന്നും ആ അധികാരം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല.
നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞോ, അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ബൈബിളിൽ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ആമെന്നും ആമേൻ എന്നും നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കണം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ബൈബിളിൽ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ നാളിൽ കൂടുതൽ കേൾക്കുക എന്താണ്? ദൈവത്തിന്റെ വചനം. നാം ഈ കേട്ട ദൈവത്തിന്റെ വചനം ഈ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങി പോണാൽ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്ന നാം ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വെല്ലുവിളിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനം ഓർമ്മയില്ല. നിങ്ങൾ ഇവിടെ സമാധാനത്തോടെ നമ്മൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ പോകുമ്പോൾ പ്രതികൂലം ആഞ്ഞി അടിക്കുമ്പോൾ കേട്ടതാണ് ദൈവത്തിന്റെ വചനം. നിങ്ങൾ വിശ്വാസത്തോടെ പറയുന്നുണ്ടോ? ദൈവം നമുക്ക് അധികാരം കൊടുത്ത് ദൈവ മക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുന്നുണ്ടോ ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടെ സാഹചര്യം നോക്കി നിങ്ങൾ സംസാരിക്കുമെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും. കർത്താവ് നിങ്ങൾ രോഗിയായി കടന്ന് വിളിച്ച് നിങ്ങളെ സൗഖ്യപ്പെടുത്തി രോഗം വരുമ്പോൾ നിങ്ങൾ രോഗത്തോടെ ആയപ്പോഴാണ് ദൈവം നിങ്ങൾ വിളിച്ചത്. എന്തുകൊണ്ട് നമുക്ക് അത് മാറുന്നില്ല? നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ് എന്റെ ജീവിതത്തിൽ ഷുഗർ വന്നാൽ മാറത്തില്ല, ബ്ലഡ് പ്രഷർ വന്നാൽ മാറത്തില്ല. നമ്മൾ അതിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മാറാത്തത് ഒന്നുമില്ല. കർത്താവ് വചനം പറഞ്ഞത് അവന്റെ അടിപ്പെടാൻ എനിക്ക് സൗഖ്യമുണ്ട്. എന്റെ ശരീരത്തിൽ രോഗം വരും, എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് വചനം പറയുമ്പോൾ ഈ രോഗമാണെങ്കിൽ ശരീരത്തിൽ രോഗം വരും. ஆனால் நான் പേടിക്കേണ്ട ആവശ്യമില്ല. രോഗത്തെ എന്റെ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി തന്റെ ജീവനെ യാഗമായി ദൈവം നൽകി. അവന്റെ അടിപ്പിണർ എനിക്ക് സൗഖ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞു നോക്കുക, വിശ്വാസത്തോടെ പറഞ്ഞു നോക്കുക. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവമക്കൾ നമുക്കൊരു അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. ആ വചനം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കത്തില്ല. വചനം വചനമായിട്ട് തന്നെ അവിടെ ഇരിക്കും. ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, ആ ശക്തി നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിച്ച് പറയണം. നിങ്ങളുടെ നാവിനാൽ അതെന്ത് ചെയ്യണം? ഏറ്റു പറയണം. വിശ്വസിക്കുകയും ചെയ്യണം, ഏറ്റു പറയുകയും ചെയ്യണം. നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് പ്രതികൂലമുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഭൂമിയിൽ നമുക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. ആ കഷ്ടമുണ്ടെങ്കിലും കർത്താവ് നമുക്കൊരു വാഗ്ദാനം ചെയ്യുന്നത്, ഞാൻ ലോക അവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് ഉറപ്പ് എന്താണ്? കഷ്ടത്തിന്റെ മധ്യയിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല. പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ വിട്ട് മാറത്തില്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. അവൻ വാഗ്ദാനം ചെയ്ത്. പക്ഷെ കഷ്ടത മധ്യയിൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്ന യേശുവിന്റെ കൂടെ ഉണ്ട്? വാഗ്ദാനം പറയുമ്പോൾ നിങ്ങൾ കഷ്ടത്തിന്റെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ, ഇല്ല എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്, അവൻ എന്നെ കൈവിടത്തില്ല, എത്ര പേർ വിശ്വാസത്തോടെ പറഞ്ഞിട്ടുണ്ട്? വിശ്വാസത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അവിടെയാണ് നിങ്ങൾ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നത്. അബ്രഹാം തന്റെ പുത്രനെ കൊണ്ടുപോയി യാഗം അർപ്പിക്കാൻ. മകൻ ചോദിച്ച്, അപ്പ എല്ലാം ഉണ്ടല്ലോ, യാഗവസ്തു എവിടെ? അപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ, മകനെ നീയാണ് യാഗവസ്തു എന്ന്? പക്ഷെ അബ്രഹാം ഒന്ന് പറഞ്ഞു, യഹോവ കരുതികൊള്ളും. മകൻ ചോദിച്ച ഉത്തരം എന്താണ്? അപ്പൻ പറഞ്ഞത് യഹോവ കരുതികൊള്ളും. പക്ഷെ യാഗവസ്തു ആരാണ്? മകനാണ്. ഇസഹാക്കാണ് യാഗവസ്തു. ഇസഹാക്ക് ചോദിക്കുന്നത്, അപ്പാ എല്ലാം ഉണ്ടല്ലോ, എവിടെയാണ് യാഗവസ്തു? മകനെ നീ തന്നെയാണ് പറഞ്ഞില്ല. അപ്പ പറഞ്ഞ എന്താണ്? യഹോവ കരുതിക്കൊള്ളും. ദൈവം കരുതിക്കൊള്ളും മകനെ. അബ്രഹാം അറിയാം നീയാണ് യാഗവസ്തു എന്ന്, നിന്നെയാണ് ബലി കൊടുക്കാൻ പോകുന്നത് അപ്പനറിയാം. പക്ഷെ അപ്പൻ എന്താണ് പറഞ്ഞത്? യഹോവ കരുതിക്കൊള്ളും. അങ്ങനെയാണ്. എന്തുകൊണ്ട് ഈ അബ്രഹാം ഇങ്ങനെ പറയാൻ വേണ്ടി ഇടയായി? ആ ദൈവമായിട്ടുള്ള ബന്ധം,
അവൻ വിശ്വാസത്തിൽ മുൻപോട്ട് നയിച്ചത്. നമുക്ക് ദൈവമായിട്ട് ബന്ധം എങ്ങനെയുണ്ട്? നമുക്ക് ബന്ധം അനേകത്തുണ്ട്. നമുക്ക് കൂട്ടുകാരുണ്ട്, നമ്മുടെ അന്യ മനുഷ്യരുണ്ട്. അവരെടുത്തോളം നമുക്ക് എന്തുണ്ട്? നല്ല ഒരു കൂട്ട് ഉണ്ട്. പക്ഷെ ദൈവത്തോടാണെങ്കിൽ നമുക്ക് വളരെ കുറവാണ്. മനുഷ്യരെ കാട്ടിലും അതാ വചനം പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം പറയുന്നില്ല, സോറി, മനുഷ്യരിൽ ആശ്രയിക്കണം പറയുന്നില്ല. ആശ്രയിക്കരുത്. മനുഷ്യരോട് സംസാരിക്കാൻ പാടില്ല, സംസാരിക്കാം. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ ലിമിറ്റ് കടന്നുപോയാൽ നിങ്ങൾ ദൈവത്തെ മറക്കുവാൻ ഇടവരും. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. അവസാനം നിങ്ങൾ വിശ്വാസത്തെ വിട്ട് മാറാൻ വേണ്ടിയ സാഹചര്യങ്ങൾ വരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാതും വചനവായന ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം പതുക്കെ മാറുവാൻ ഇടവരും.